പി വി അൻവർ CPM ബാന്ധവം ഉപേക്ഷിച്ചതോടുകൂടി കഷ്ടകാലത്തിലാണോ അതോ ഭാഗ്യനക്ഷത്ര കഷ്ടകാലത്തിലേക്കാണോ പോയത് അതോ എന്താണ് അദ്ദേഹത്തിൻ്റെ ശുക്രൻ ഉദിച്ചോ എന്ന് മാറി ചിന്തിക്കേണ്ടി വരും. അദ്ദേഹത്തിന് TMCയിൽ പ്രവേശനം ലഭിച്ചു. അതിന് ഇന്നലെ TMC സംസ്ഥാന നേതൃത്വം തികച്ച അവജ്ഞയോടെ പി വി അൻവറിൻ്റെ നിലപാടുകളെ തള്ളിക്കളഞ്ഞു. പി വി അൻവറിൻ്റെ കുടുംബ സ്വത്തല്ല തൃണമൂൽ കോൺഗ്രസ് എന്ന് വിമർശിച്ചു. ഇതൊക്കെ പി വി അൻവർ ഇങ്ങനെ രാഷ്ട്രീയ ഗോതയിൽ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചില കേസുകളും പി വി അൻവറിനെതിരെ വന്നു. ഇപ്പോൾ ഒരു പുതിയ കേസ് MR അജിത് കുമാറിനെതിരെയൊക്കെ വിജിലൻസ് കേസിന് എടുക്കണമെന്ന് നിർബന്ധ ബുദ്ധിയോടുകൂടി പറഞ്ഞിരുന്ന പി വി അൻവറിനെതിരെ വിജിലൻസ് കേസെടുത്ത് അന്വേഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്തിനാണെന്നല്ലേ, ആലുവയിൽ ഒരു 11 ഏക്കർ ഭൂമി ഇദ്ദേഹം പോക്കുവരവ് ചെയ്തു അനധികൃതമായി. വെറും പട്ടയ അവകാശം മാത്രമുണ്ടായിരുന്ന ഭൂമി ഇദ്ദേഹം പോക്കുവരവ് ചെയ്ത് സ്വന്തം പേരിലാക്കി. ഒന്ന് രണ്ട് സെന്റല്ല, 11 ഏക്കർ ഭൂമി ആലുവയിൽ. ഇത് ചോദ്യം ചെയ്തുകൊണ്ട് കൊല്ലം സ്വദേശിയായ വ്യവസായി മുരുകേഷ് നരേന്ദ്രൻ വിജിലൻസിന് പരാതി നൽകിയിരുന്നു. വിജിലൻസ് ഇത് പ്രാഥമികമായി അന്വേഷിച്ചപ്പോൾ അതിനകത്ത് കഴമ്പുണ്ടെന്ന് കണ്ടെത്തി. അത് എന്താണ് വിജിലൻസ് ഡയറക്ടർക്ക് കൊടുത്തു ആ റിപ്പോർട്ട്. അദ്ദേഹം അത് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറി. ആഭ്യന്തര സെക്രട്ടറി ഉത്തരവിട്ടു വിശദമായ അന്വേഷണം നടത്തണം. പി വി അൻവർ ഈ അനധികൃതമായി ഭൂ ഉടമസ്ഥാവകാശം കൈപ്പറ്റിയതിനെ പോക്കുവരവ് ചെയ്ത് സ്വന്തമാക്കിയതിനെതിരെ വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി വിജിലൻസ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. വിജിലൻസ് ഡയറക്ടർ അത് തിരുവനന്തപുരം യൂണിറ്റിന് കൈമാറി ആ ഉത്തരവ്. അതിനെ തുടർന്ന് തിരുവനന്തപുരം യൂണിറ്റിൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് 2 പി വി അൻവറിനെതിരെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പാവം പി വി അൻവർ ഇതൊക്കെ ഇടതുമുന്നണിക്ക് ഒപ്പം നിന്നാണ് ചെയ്തിരുന്നെങ്കിൽ ഇതൊന്നും ലോകത്ത് ആരും അറിയില്ലായിരുന്നു. പി വി അൻവർ ഇടതുമുന്നണി ബന്ധം ഉപേക്ഷിച്ചതോടുകൂടി അദ്ദേഹത്തിനെതിരെ എത്ര ആരോപണങ്ങളാണ് വന്നത്. അദ്ദേഹമാണ് സ്വർണം പൊട്ടിക്കൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ ഉസ്താദാണ്, ഏറ്റവും തലതൊട്ടപ്പൻ പി വി അൻവറാണ് എന്ന പ്രചരണം ശക്തമാക്കി CPM. അതുമാത്രമല്ല, ഇദ്ദേഹത്തിന് ഇല്ലീഗൽ ബിസിനസ്, അനധികൃത ബിസിനസ്സുകൾ മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോലും ഉണ്ട് എന്ന തരത്തിലുള്ള പ്രചരണം അഴിച്ചുവിട്ടു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വാട്ടർ തീം പാർക്കിനെതിരെ നടപടി വന്നു, പഞ്ചായത്ത് നടപടി സ്വീകരിക്കാൻ മുന്നോട്ട് വന്നു. അതുവരെ അതൊന്നും പ്രശ്നമല്ല. പി വി അൻവർ പിണറായിയുടെ നാവായിരുന്നപ്പോൾ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഇതൊക്കെ പ്രശ്നമാകുന്നത് ഈ ബന്ധം ഉപേക്ഷിച്ച്, പ്രത്യേകിച്ച് ഇപ്പോൾ MLA സ്ഥാനവും രാജിവെച്ചല്ലോ. താരതമ്യേന ശക്തി കുറഞ്ഞ, ബലം കുറഞ്ഞ തൃണമൂൽ കോൺഗ്രസിന് കേരളത്തിൽ അത്ര വേരോട്ടമില്ല. അത് വേരോട്ടം ഉണ്ടാക്കാനാണ് സംസ്ഥാന കോർഡിനേറ്ററായി പി വി അൻവറിനെ തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം വച്ചത്, അല്ലെങ്കിൽ നിയോഗിച്ചത്. അതിങ്ങനെ തുടങ്ങുന്നതേ ഉള്ളൂ. പാർട്ടി ശക്തിപ്പെട്ടു വരുന്നതേ ഉള്ളൂ. ആ സമയത്താണ് പി വി അൻവറിനെതിരെ വിജിലൻസിൻ്റെ അന്വേഷണം വരുന്നത്. വിശദമായി അന്വേഷിച്ച് സമയനിഷ്ഠയോടുകൂടി നിശ്ചിത സമയപരിധി നിശ്ചയിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് വിജിലൻസ് ഡയറക്ടർ തിരുവനന്തപുരം യൂണിറ്റ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. പി വി അൻവർ അങ്ങനെ വിജിലൻസ് കേസിൽ കുരുങ്ങി. MR അജിത് കുമാറിനെ കുരുക്കാൻ നടന്ന് പി വി അൻവർ ഒടുവിൽ കുരുങ്ങി.